ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. തെരുവുനായ ശല്യത്തിനെതിരെ തെരുവുനായയുടെ കോലം കെട്ടി നജീം കളങ്ങരയുടെ ഒറ്റയാൾ സമര പോരാട്ടം. മഞ്ചേശ്വരത്തു നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ലക്ഷ്യമാക്കി ആരംഭിച്ച യാത്ര ചാവക്കാട്ടെത്തി. ചാവക്കാട് ബസ് സ്റ്റാൻഡിലെത്തിയ നജീം തെരുവുനായ്ക്കൾ മനുഷ്യർക്ക് എങ്ങനെ ഭീഷണിയാകുന്നു എന്ന കാര്യം നാട്ടുകാർക്ക് മുന്നിൽ അഭിനയിച്ചു കാണിച്ചു. നവംബർ 1 മഞ്ചേശ്വരത്ത് മനുഷ്യാവകാശ പ്രവർത്തകൻ രതീഷ് കുണ്ടംകുഴിയാണ് നജീമിന്റെ ഈ ഒറ്റയാൾ സമരം ഉദ്ഘാടനം ചെയ്തത്. ബക്കർ തേവലക്കര ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും തെരുവുനായ ഷെൽട്ടർ ഏർപ്പെടുത്തുക, ശരിയായ രീതിയിൽ ഇവയെ വന്ധീകരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തെരുവുനായ കോലം കെട്ടി വീൽചെയർ ഉന്തിക്കൊണ്ട് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനായി നജീം ഒറ്റയാൾ സമര പോരാട്ടം നടത്തുന്നത്. യാത്രയിൽ ഉടനീളം ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികൾ സമാപന ദിവസം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് പറഞ്ഞ നജീം തന്റെ ചുറ്റുപാടുമുള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വേറിട്ട സമരവുമായി യാത്ര നടത്തുന്നതെന്നും പറഞ്ഞു. അതാണ് ഇവിടെ നടക്കുന്നത്. തെരുവുനായ്ക്കളെ കൊല്ലണമെന്ന് ഒരിക്കലും പറയുന്നില്ല. കറക്റ്റായിട്ട് അവർ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി കണ്ടെത്തിയിട്ട് ഒരു സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അങ്ങോട്ട് മാറ്റണം. അതാണ് വേണ്ടിയത്. കുറേ ഷട്ടർ ഇപ്പം നടക്കുന്ന വന്ധീകരണം എന്ന് പറഞ്ഞാൽ മഹാ ഉടായ്പാണ്. ഞാൻ ചോദിക്കട്ടെ, കുറേ നേരം കുത്തിയപ്പോൾ ഇവിടെ കട്ടിങ് ചെയ്യും, ഇവിടെ നിങ്ങളെന്തോ ചെയ്യും? എനിക്കിത് പറഞ്ഞു മനസ്സിലാക്കി തരണം. യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കാര്യാലയങ്ങളിലും പരാതി സമർപ്പിക്കുന്നുണ്ട്. ഗുരുവായൂരിലെത്തിയ നജീം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിന് പരാതി നൽകി. തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് ഗുരുവായൂരെന്നും ഇതിനെതിരെ അധികൃതർ നടപടി കൈക്കൊള്ളണമെന്നും നജീം ആവശ്യപ്പെട്ടു. സ്കൂളുകളിൽ പോകുന്നവരാ, ഇവരെയൊക്കെ മാതാപിതാക്കൾ ചിലപ്പം ജോലി രാജിവെച്ച് സ്കൂളുകളിൽ കൊണ്ടാക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഈ സാധനം തെരുവുനായ വിഷയം എന്ന് പറയുമ്പോൾ വളരെ ദൂഷ്യമാണ്. എന്നിട്ട് ഇന്നലെ ഒരു കുഞ്ഞിനെ, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ മുഖത്താണ് ചാടിപ്പിടിച്ചത്. ഇതുകൊണ്ട് എത്ര കുഞ്ഞുങ്ങളെ പേപ്പട്ടി അടിക്കുന്നു, ബന്ധപ്പെട്ട അധികാരികൾ കുത്തിയിരുന്ന് ഉറങ്ങുന്നു. അതിനെതിരെയാണ് ഈ കാൽനട യാത്രയായിട്ട് മഞ്ചേശ്വരത്ത് ഇങ്ങനെ നടന്നു വരുന്നത്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആലുകാരൻ ജ്വല്ലറി, മുത്തൻമാവ്, ഒരുമനയൂർ, മുതുവട്ടൂർ, ചാവക്കാട്, വില്യംസ്, ഒരുമനയൂർ.